ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് 10-ന് ചെന്നൈ ലൊക്കേഷനാക്കി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഉണ്ടാവും എന്ന് അനൗദ്യോഗികമായി പറഞ്ഞു കേൾക്കുന്ന ചില കണ്ടസ്റ്റൻസിൻ്റെ പേര് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കാണുന്നത് ആദ്യമായാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും ഓർക്കുക. ഏറെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ 6. ഈ റിയാലിറ്റി ഷോയുടെ 5 പതിപ്പുകൾ ഇതിനകം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് സീസൺ 6 ഈ സീസണിൻ്റെ പ്രൊമോ വീഡിയോകൾ ഇതിനകം ഏഷ്യാനെറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു. കൂടുതൽ പ്രൊമോ വീഡിയോകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വരുന്ന സീസൺ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷ കൂടി ഈ വീഡിയോകളിലൂടെ അണിയറ പ്രവർത്തകർ ആരാധകർക്ക് നൽകുന്നുണ്ട്. ഈ സീസണിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു കേൾക്കുന്ന ചിലരെ പരിചയപ്പെടാം. ഈ വീഡിയോയിൽ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ പേര് വിവരങ്ങൾ ഒരിക്കലും ഔദ്യോഗികമല്ല എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഒരു പ്രഡിക്ഷൻസ് മാത്രമാണ്, വെറും പ്രഡിക്ഷൻസ് മാത്രമാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. ആദ്യമായി ഈ ബിഗ് ബോസ് സീസണിൽ ഉണ്ടാവും എന്ന് കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് ബാല. പ്രശസ്ത മലയാളം തമിഴ് സിനിമാ നടൻ സംവിധായകനുമാണ് ബാല. ബിഗ് ബോസ് മലയാളം സീസണിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത്രയും പ്രശസ്തനായ ബാല വരുമോ എന്ന് സംശയം നിലനിൽക്കുമ്പോഴും അത്രയും ശക്തമായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് ബാലയുടേത്. ബാലയെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. മിക്കവാറും എല്ലാ പേർക്കും അറിയാം. യൂട്യൂബിലൊക്കെ മിക്കവാറും ഇൻ്റർവ്യൂകളൊക്കെ കൊടുത്ത് വൈറലാകുന്ന ഒരാൾ കൂടിയാണ് ബാല. സിനിമാ മേഖലകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ബാല. ബിഗ് ബോസ് സീസൺ 6-ൽ എത്തുമെങ്കിൽ അത് വേറെ ലെവൽ തന്നെയാവും എന്ന് പ്രതീക്ഷിക്കാം. മലയാളം, തെലുങ്ക്, തമിഴ് സിനിമകളിലെ പ്രശസ്ത അഭിനേത്രിയായ മാല പാർവതിയുടെ പേരും ബിഗ് ബോസ് മലയാളം സീസൺ 6-ലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ 3 ഭാഷകളിലും ലൈവായി നിൽക്കുന്ന ഒരു താരം എന്ന നിലയ്ക്ക് മാല പാർവതി ബിഗ് ബോസിലെ എൻട്രി എത്രത്തോളം സാധിക്കും എന്ന സംശയം നിലനിൽക്കുന്നു. എങ്കിലും മാല പാർവതി ഉണ്ടാവുമെങ്കിൽ അത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരാധകർക്ക് കൂടുതൽ സന്തോഷവും ആവേശവും നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യൂട്യൂബ് ചാനലായ മൈൽ സ്റ്റോണിൻ്റെ ആങ്കറായ പാർവതി ബാബു ഉണ്ടാകും എന്നും പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പറയുന്നുണ്ട്. ഏകദേശം ഉറപ്പിച്ചു തന്നെയാണ് പാർവതി ബാബുവിൻ്റെ പേര് കേൾക്കുന്നത്. യൂട്യൂബ് ചാനലുകളിലൊക്കെ ആക്റ്റീവായി നിലനിൽക്കുന്ന പാർവതി ബാബു പല പ്രശസ്തരുടെയും ഇൻ്റർവ്യൂകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർവതി ബാബുവിന് ഏറെ ആരാധകരും സോഷ്യൽ മീഡിയയിലുണ്ട്. പാർവതി ബാബുവിനെ ബിഗ് ബോസ് മലയാളം 6-ൽ പ്രതീക്ഷിക്കുന്നു. ഉപ്പും മുളകും എന്ന കോമഡി പരമ്പരയിലൂടെ പ്രശസ്തനായ ഋഷി എസ് കുമാർ ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാനായി എത്തിച്ചേരും എന്നാണ് വളരെ ഉറപ്പോടെ കേൾക്കാൻ കഴിയുന്നത്. മുടിയൻ എന്ന പേരിലാണ് ഋഷി അറിയപ്പെടുന്നത്. ഋഷി ഇടയ്ക്ക് ഉപ്പും മുളകും എന്ന ഷോയിൽ നിന്നും പിന്മാറിയിരുന്നു. നിലവിൽ ലൈവ് പ്രോജക്റ്റുകളൊന്നും ഉള്ളതായി അറിയാൻ കഴിയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഋഷി ഇത്തവണ ബിഗ് ബോസിലേക്ക് വരാൻ ഏറെ സാധ്യതയുള്ള ഒരു പേര് തന്നെയാണ്. ഉപ്പും മുളകും എന്ന പ്രോഗ്രാമിലൂടെ തന്നെ ഋഷി ഏറെ ആരാധകരെ നേടിയെടുത്തിരുന്നു. ഇനിയും ആരാധകരുടെ എണ്ണം കൂട്ടുന്നതിനായി ഋഷിയെ നമുക്ക് ബിഗ് ബോസ് സീസൺ 6-ലേക്ക് പ്രതീക്ഷിക്കാം. പ്രശസ്ത ആക്ട്രസ്സായ ശില്പ ബാലയും ഈ സീസണിൽ ഉണ്ടാകും ഉറപ്പുള്ള പേരുകളിൽ ഒന്ന്. ഏഷ്യാനെറ്റ് അവതരിപ്പിച്ചിരുന്ന സൂപ്പർ ഡാൻസർ എന്ന പ്രോഗ്രാമിൽ ശില്പ ബാല ജഡ്ജായി എത്തിയിരുന്നു. ഒരു ആക്ട്രസ് കൂടിയായ ശില്പ ബാല ഡാൻസർ എന്ന നിലയിലും പ്രശസ്തയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ ശില്പ ബാല ഷോയിൽ വരാനേറെ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻസാണ്. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയ പ്രശസ്തരായ പലരുടെയും പേരുകൾ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലുണ്ട്. വരും വീഡിയോകളിലൂടെ അവരെയും നമുക്ക് പരിചയപ്പെടാം. എങ്കിലും വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ, ഈ പേരുകളൊന്നും തന്നെ ആധികാരികമായോ ഔദ്യോഗികപരമായോ ഉള്ള അറിവുകളൊന്നുമല്ല. ഇതെല്ലാം വെറും സാധ്യതാ ലിസ്റ്റുകളാണ്, ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. ഇതിൽ പലരും ചിലപ്പോൾ ഉണ്ടായേക്കാം എന്ന് മാത്രം.
ഉണ്ടാവാതെയും ഇരിക്കാം. ഒരു 80%, 85% ഉറപ്പുള്ളവർ ഉണ്ട്. പക്ഷേ 100% ഉറപ്പിച്ച് പറയണമെങ്കിൽ ഷോ തുടങ്ങിയാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ഷോയെ സംബന്ധിച്ചിടത്തോളം ശരിയായ കണ്ടസ്റ്റൻസ് ആരാണെന്ന് അറിയണമെങ്കിൽ ലോഞ്ച് ടൈം വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ സീസണിൽ ആരുടെയും പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനായി അണിയറ പ്രവർത്തകർ കൂടുതൽ ശക്തമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ടസ്റ്റൻസ് ആവാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് പോലും സമയത്തിന് മാത്രമേ ഉറപ്പ് ലഭിക്കൂ എന്നാണ് അറിയുന്നത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെ വിട പറയുന്നു. കൂടുതൽ പേരുടെ പേര് വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അവരെയും പരിചയപ്പെടാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇവരെ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നേക്കാം, ഇനി ആരെങ്കിലും വരാതെയും ഇരുന്നേക്കാം. നമ്മൾ പറയുന്ന പേരുകളെല്ലാം അക്കമിട്ട് ആ ഒരു ക്രമത്തിനനുസരിച്ച് വന്നുകൊള്ളണം എന്നൊന്നുമില്ല. കുറച്ച് പേർ വരും, കുറച്ച് പേർ വരില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഇപ്പോൾ. എന്തായാലും ഈ വീഡിയോ അവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.